ഹലോ. ഹലോ ഗുഡ് മോർണിംഗ് സാർ. എൻ്റെ പേര് പാർവതി. ഞാൻ കോട്ടയം ITS സ്മാർട്ട് പോയിന്റിൽ നിന്ന് വിളിക്കുവാണേ. ഒരു മിനിറ്റ്. എവിടുന്ന? ITS സ്മാർട്ട് പോയിന്റ്. പറയൂ. സാർ, നമ്മുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമറിന് ACയുടെയും TVയുടെയും വർക്കിന് സർവീസ് ചാർജിൽ 50% ഓഫറുണ്ട്. കൂടാതെ AC-യുടെ? TVയുടെയും വർക്കിന് സർവീസ് ചാർജിൽ 50% ഓഫറുണ്ട്. ആ അതുപോലെ തന്നെ സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ്, CCTV ഒക്കെ സർവീസ് ഒക്കെ ചെയ്യുന്നതായിരുന്നു. എന്തെങ്കിലും ഇപ്പോൾ സർവീസ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ എവിടുന്ന വിളിക്കുന്നേ? സാർ, ഇത് കോട്ടയം ചൂട്ടുവേലി ITS സ്മാർട്ട് പോയിന്റ്. ITCയോ? ITS സ്മാർട്ട് പോയിന്റ്. ആ 50% എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പം നമുക്ക് എങ്ങനെയായി, കസ്റ്റമർക്ക് എങ്ങനെ അറിയാം 50% ഓഫർ ഉണ്ടെന്ന്? സാർ, ഇപ്പം എന്തെങ്കിലും സർവീസ് ചെയ്യുന്നുണ്ടോ? അല്ല, ഞാൻ ചോദിക്കുന്നത്, എനിക്ക് 12 സാധനം സർവീസ് ചെയ്യാനുണ്ട്. അപ്പൊ ഞാൻ കസ്റ്റമർ എങ്ങനെ അറിയും സർവീസ് ചെയ്യുന്ന പൈസ 50% എങ്ങനെ അറിയും? സാറേ, നമ്മൾ പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കിയിട്ട് അത് ഡീൽ ചെയ്തിട്ട് ടെക്നീഷ്യൻ തന്നെ നമുക്കത് പറയും. ഏതായാലും സാറിന് ഓഫർ പ്രൈസ് ഉള്ളതാണ് സാർ. ഇയാളുടെ പേരെങ്ങനെയാ? പാർവതി. പാർവതി, ഞാനൊരു സംശയം ചോദിക്കുകയാണ്. ഇപ്പം ഞാനൊരു AC സർവീസ് ചെയ്യാൻ വിളിക്കുന്നു. അതഴിച്ചിട്ട് അതിന്റെ ഗ്യാസ് ഫില്ല് ചെയ്യണം, അതിന്റെ ബാക്കിയുള്ള സാധനങ്ങൾ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു 10,000 രൂപ ഇട്ടിട്ട് എനിക്കൊരു 50% ഡിസ്കൗണ്ട് 5,000-ആക്കി തരുമെന്നല്ലേ ഉദ്ദേശിക്കുന്നത്? അതെ സാർ. അപ്പം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇട്ടിട്ട് 50% എന്നുള്ള വാക്കിനകത്ത് അർത്ഥം എന്നായിരിക്കുന്നത്? അതൊരു കളിപ്പീരല്ലേ? അല്ല സാർ, നമ്മളത് നോക്കിയിട്ട് നമുക്കത് മാക്സിമം അത് കസ്റ്റമർക്ക് എങ്ങനെ നിങ്ങൾ നോക്കിയിട്ടെന്ന് പറഞ്ഞാൽ അതിനകത്ത് നിങ്ങൾ 50% ഓഫർ എന്ന് പറയേണ്ട ആവശ്യമില്ല. അത് തെറ്റല്ലേ പറയുന്നത് വാക്ക്? മനസ്സിലായി സാർ. അപ്പോൾ നിങ്ങളൊരു ഡിസ്കൗണ്ട് തരുന്നു, അല്ലെങ്കിൽ 50% ഡിസ്കൗണ്ട് തരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് ഒരിക്കലും വാല്യബിൾ അല്ലത്. അത് നിങ്ങൾ റേറ്റ് കൂട്ടിയിട്ടിട്ട് പിന്നെ അത് കുറച്ചാൽ പോരെ? നിങ്ങളുടെ വരുന്ന ടെക്നീഷ്യൻ പറയാം സർവീസ് ചാർജ് ഇതിന് ഇത്ര, അല്ലെങ്കിൽ ലാപ്ടോപ്പ് നന്നാക്കാൻ ഇത്ര, അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് നന്നാക്കുന്ന ഇത്ര, ഇതിന് സാർ ഇന്ന സാധനം പോയിട്ടുണ്ട്, അപ്പോൾ ഇതിനെല്ലാം കൂടി വരുന്ന പൈസ ഇത്ര രൂപ, അതിൻ്റെ അകത്തൊന്ന് ഞങ്ങളുടെ ഡിസ്കൗണ്ട് 50%. ഇപ്പം നമ്മൾ ഓരോ തുണിക്കടകളിൽ കണ്ടിട്ടില്ലേ, തുണിക്കട 50% ഓഫർന്ന്? അത് തന്നെയല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതായത് വില കൂട്ടിയിട്ട ശേഷം അവർക്കുള്ള വിലയും അതിനേക്കാളും കൂടുതൽ പൈസ കിട്ടുന്നുണ്ട്. അതായത് 1000 രൂപയുടെ സാധനത്തിന് 2,500 ഇടുന്നു, എന്നിട്ട് 50% ഓഫർ എന്ന് പറയുന്നു, 1,500 നിങ്ങൾ നമുക്ക് തരുന്നു. അതല്ലാതെ എനിക്കെന്താണ് ഇതിനകത്തുള്ള ഗുണം? നിങ്ങൾ 50% ഓഫർ എന്ന് പറയാതെ നിങ്ങളൊരു സർവീസ് ചെയ്ത് ഗ്യാസ് ഫില്ല് ചെയ്ത്, ഒരു ACയുടെ ആണ് ഗ്യാസ് ഫില്ല് ചെയ്ത് അതിന് ടെക്നിക്കൽ സാധനങ്ങൾ പോയിട്ടില്ലാത്ത വർക്കിംഗ് കണ്ടീഷനുള്ള സാധനത്തിനാണ് എത്ര രൂപയ്ക്ക് ചെയ്യും എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? സാർ, നമ്മൾ AC സർവീസ് ആണ് നമ്മൾ 600 മുതലാണ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത്. 600 എന്നാക്കി ചെയ്യുന്നത്? സാർ, നമ്മൾ AC സർവീസ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ 600 മുതലാണ്. ഗ്യാസ് ഫില്ല് ചെയ്യുന്നത് എത്ര രൂപയാണ്? അത് സാർ, നമുക്ക് ആ ടെക്നീഷ്യനെ നമുക്കത് അറിയാൻ പറ്റത്തുള്ളേ. അപ്പൊ നിങ്ങൾ ഇതൊന്നും അറിയാതെയാണ് വിളിക്കാണ്ട് ഫോണുമായിട്ടിരിക്കുന്നത്? നമ്മളത് ബാക്കി കാര്യം ടെക്നീഷ്യൻ നമുക്കത് പറഞ്ഞാലേ. അല്ല, നിങ്ങൾ വിളിക്കുന്ന കസ്റ്റമർക്ക് അറിയാൻ വേണ്ട സംശയങ്ങൾ ദൂരീകരിക്കൊണ്ട് നിങ്ങൾ ചെയ്യണ്ടേ? ടെക്നീഷ്യൻ വന്നിട്ട് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ അല്ലേ ടെക്നീഷ്യൻ ആയിരിക്കുള്ളൂ. ഇത് അഴിച്ച ശേഷം ടെക്നീഷ്യൻ അത് പോയി ഇത് പോയെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഒരു കാര്യം അറിയാൻ പറ്റുമോ എന്താ പോയെന്നുള്ളത്? ഇപ്പം നിങ്ങൾ ഫ്രിഡ്ജ് നന്നാക്കുന്നുണ്ടോ? ഉണ്ട് സാർ, നമ്മൾ സർവീസ് ചെയ്യുന്നതാണ്. അപ്പം ഫ്രിഡ്ജ് എനിക്ക് ഇവിടെ ഒരു ഫ്രിഡ്ജ് കംപ്ലൈന്റ് ഇരിപ്പുണ്ട്. അതായത് അതിന്റെ ഫ്രീസർ ഭാഗം തണുക്കുന്നുണ്ട്, താഴെവശം തണുക്കുന്നില്ല. ഞാൻ പറയുകയാണ് അതിന്റെ ടൈമർ സ്വിച്ച് പോയതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ സർവീസിൽ നിന്ന് വരുന്ന ആള് വന്ന് അതല്ല അതിന്റെ കംപ്രസറും അതിന്റെ വേറെ എന്തെങ്കിലും സാധനങ്ങളോ പോയെന്ന് പറഞ്ഞാൽ എനിക്ക് അതും എല്ലാം മാറേണ്ട വരികയല്ലേ? നമ്മളത് നോക്കിയിട്ട് നമുക്കത് പറയാം. അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയിട്ടൊന്ന് നന്നാക്കാൻ വരണോ വേണ്ടയോ എന്ന് ചോദിച്ചാൽ ഓക്കെ. നിങ്ങൾ ഈ 50% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാകാത്തത്. അപ്പൊ അത് കഴിവതും ഒഴിവാക്കി പറയും. ഞാൻ ഇനി വിളിക്കുന്നവരോട് നിങ്ങൾ ഡിസ്കൗണ്ട് പറയേണ്ടതിനാ. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഫിക്സഡ് റേറ്റ് ഇല്ല. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കസ്റ്റമർ മുകളിൽ പറയാം. അതിനുശേഷം നിങ്ങൾ ഒരു ബില്ലിട്ടിട്ട് അതിനകത്ത് എത്ര കുറച്ചെന്ന് പറയുകയല്ലേ ഉള്ളൂ. ഓക്കെ, എന്തായാലും ഞാൻ നോക്കിയിട്ട് വിളിക്കാം കേട്ടോ. ഓക്കെ സാർ. ശരി.